എല്ലാവർക്കും ദൈവമക്കൾക്ക് എല്ലാവർക്കും താണിരിക്കാമല്ലോ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. രാത്രികാലം ഇത്രത്തോളം കർത്താവ് നമ്മളെ ആത്മീയമായ നിലവാരങ്ങളിൽ ബലപ്പെടുത്തുന്നത് ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചുരുക്കം പേരെ ഉള്ളെങ്കിലും ഇന്ന് രാത്രികാലം അസാധാരണമായ ദൈവ സാന്നിധ്യത്തിനകത്തറങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ആമീൻ, ഹല്ലേലൂയ, ആമീൻ, ഹല്ലേലൂയ. 7 നിലവിളക്കിന്റെ നടുവിൽ ഉലാത്തുന്നവനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തങ്ങളിലുണ്ട്. ആമീൻ, അവൻ ഹല്ലേലൂയ, ആമീൻ. ആഗ്രഹിക്കുന്നവരെ ഹല്ലേലൂയ നിറയ്ക്കുവാൻ, ആഗ്രഹിക്കുന്നവരെ തൊടുവാൻ രാത്രികാലം അവൻ ഇതിനകത്തങ്ങളിലുണ്ട്. ആമീൻ. നിനക്ക് മനസ്സുണ്ടോ നേർപ്പിച്ചു കൊടുക്കാൻ? യേശുവേ എന്നെ തൊടണമേ, യേശുവേ എന്നോട് സംസാരിക്കണമേ, യേശുവേ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തെ നൽകണമേ, യേശുവേ എന്റെ വേദനയിൽ രാത്രികാലം മാറ്റണമേ, യേശുവേ എന്റെ തലമുറയോട് ഇടപെടണമേ, യേശുവേ എന്റെ പ്രിയപ്പെട്ടവരോട് ഇടപെടണമേ, യേശുവേ എന്റെ സാമ്പത്തിക നിലവാരങ്ങളെ തൊടണമേ. ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിച്ച് പ്രാർത്ഥിക്കോ? അവൻ നിന്നെ തൊടുന്ന ദൈവമോ, പരിഹാരത്തിൽ തരുന്ന ദൈവമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാല ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ ആമീൻ നമ്മൾ തുടർമാനമായി ഹല്ലേലൂയ ചെയ്തു വരുന്നതുമായ ആമീൻ ശുശ്രൂഷകൾ ഹല്ലേലൂയ നമ്മുടെ കടന്നു വന്നല്ല ആമീൻ സഹോദരന്മാരിൽ നിന്ന് ആമീൻ ഓരോ പ്രിയപ്പെട്ടവർ ആമീൻ ഹല്ലേലൂയ എല്ലാ ആഴ്ചകളിലും ആമീൻ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ആമീൻ ഹല്ലേലൂയ ചില നിമിഷങ്ങൾ ആമീൻ അവർക്ക് കൊടുത്ത കാഴ്ചപ്പാടനുസരിച്ച് അവർക്ക് കൊടുത്ത വെളിപ്പാടനുസരിച്ച് ദൈവത്തിന്റെ വചനം ആമീൻ ഹല്ലേലൂയ ഹല്ലേലൂയ ചില നിമിഷങ്ങൾ സംസാരിക്കുവാൻ അവസരമുണ്ട്. ഇന്ന് പകൽക്കാലം ആമീൻ നമ്മളോടൊപ്പമായിരിക്കുന്ന നിൽക്കുന്നത് കടന്നു വന്ന ആമീൻ ഹല്ലേലൂയ വിശ്വാസം കടന്നു മുൻപോട്ട് കടന്നു വരും. ആമീൻ ഹല്ലേലൂയ ചില നിമിഷങ്ങൾ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം തന്നിൽ കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച് ഇന്ന് രാത്രികാലം നമ്മളോട് പങ്കുവെക്കുവാനിടയായി തീരും. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടിരിക്കണം. കർത്താവേ ആമീൻ ആ ദൈവദാസനെ കർത്താവ് ബലപ്പെടുത്തണമേ, തന്റെ നാവിനോട് കർത്താവ് ഇടപെടണമേ. കർത്താവേ ഹല്ലേലൂയ തന്റെ ബുദ്ധിയിലല്ല ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൻ ഇന്ന് രാത്രികാലം തന്നെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് ആമീൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമീൻ നല്ല ദൈവദാസനെ മുൻപോട്ട് ആമീൻ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ കരങ്ങളെ തട്ടി ആമീൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം അനുഗ്രഹിക്കപ്പെട്ട ഇന്നലെ രാത്രികളിൽ നടത്തിപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഇവിടെ ഈ ദേശത്ത് ഇങ്ങനെ ഒരു ഐക്യക്കുമാർ പ്രാർത്ഥന നടത്തുവാൻ തക്കണം സർവശക്തനായ ദൈവം ആ വിടർക്കായി ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ. ഐക്യക്കുണ്ടായ പ്രാർത്ഥന സ്തോത്രം തുടർന്ന് വെച്ച് അല്ലെങ്കിൽ തുടങ്ങാൻ തക്കണം ഇടയായി സ്തോത്രം. പ്രാരംഭമായി ഞാനും അല്ലെങ്കിൽ കൊള്ളാൻ തക്കണം ഇടയായി സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വേറെ നാൾ കടന്നു പോയെങ്കിലും എനിക്ക് ശാരീരികമായി മുട്ട് തേയ്മാനം കടന്നു വന്നതുകൊണ്ട് എനിക്ക് സ്വതന്ത്രം കടന്നു പോകാതെ ഇരുന്നു. അങ്ങനെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ ചോദിച്ചു നിങ്ങളൊപ്പം പോകാറുണ്ടോ ചോദിച്ചു. അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങൾ പോകുന്നുണ്ട്, ഇവിടെ വണ്ടി വന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അന്നേരം എനിക്ക് സന്തോഷമായി. കടക്കാട്ടല്ല സ്തോത്രം. അങ്ങനെ ഞാൻ അവിടെ പോകാൻ തക്കണം ഇവിടെയായി സ്വതന്ത്രം. അങ്ങനെ എൻ്റെ കാലിന് ഭയങ്കര വേദനയൊക്കെയായിരുന്നു സ്വതന്ത്രം. പ്രാരംഭമായി സ്വതന്ത്രം എന്തിക്കാൻ പോലും ഒക്കാത്ത ഒരു അനുഭവത്തിലായിരുന്നു സ്വതന്ത്രം. ഞാൻ ദൈവത്തോട് തീരുമാനമെടുത്ത് കർത്താവെ ഇന്ന് എനിക്ക് വിടുതൽ തരണമെന്ന് ദൈവത്തോട് തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു. ആമെ ആരാധിക്കാൻ തക്കമുണ്ടായ സ്വതന്ത്രം ഞാൻ തുള്ളിച്ചാടി ആരാധിക്കാൻ തക്കമുണ്ടായി. അന്ന് മറ്റേത് സ്വതന്ത്രം എഴുന്നേൽക്കാനോ മക്കളും പാലും നോക്കാത്തതിന് അനുഭവത്തിൽ കൂടെയുള്ള ഒരു ആമേ സ്വതന്ത്രം ആമേ സ്വതന്ത്രം ആമേ സ്വതന്ത്രം ഭാരമായിരുന്നു സ്വതന്ത്രം. ഞാൻ തീരുമാനമെടുത്തപ്പോൾ നാം തീരുമാനം പ്രതിഷ്ഠയുണ്ടെങ്കിൽ ദൈവമായ കർത്താവ് വിടുവിക്കും. നമ്മുടെ ഈ ഐക്യകൂട്ടായ്മയിൽ ഇതുപോലെ സ്വതന്ത്രം ആമേ സാക്ഷികൾ പറയണം. സ്വതന്ത്രം ഒരു സാക്ഷി എഴുന്നേൽപ്പിക്കണം. അതാണ് ഈ പ്രാർത്ഥന കൊണ്ട് ഈ പ്രാർത്ഥനയല്ല ഏത് പ്രാർത്ഥന കൊണ്ടും ദൈവത്തെ ഉയർത്തിക്കാട്ടണം. ദൈവ നാമം മഹത്വപ്പെടണം. സ്വതന്ത്രം. ആമേ. ഞാൻ പദങ്ങളായി പറയുന്നില്ല. സ്വതന്ത്രം അതിനൊക്കെയുള്ള സ്വതന്ത്രം ഒന്നുമില്ല. സ്വതന്ത്രം സ്വതന്ത്രം പ്രാരംഭമായി സ്വതന്ത്രം പ്രിയ ദൈവാസനെ ഒന്ന് പരിചയപ്പെടുത്തുക. സ്വതന്ത്രം ഇങ്ങനെ തട്ടിക്കൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരും ഒക്കെ പോയി ആരാധന കടന്നുകൊണ്ടുവരുന്നു സ്വതന്ത്രം. അപ്പോൾ ഞാനും വിശ്വാസത്തിന് അവിടെ കടന്നു പോകുന്ന അവിടെ പോയില്ല. അങ്ങനെ അവിടെ ഒരു രാഷ്ട്രീയത്തിന്റെ കൺവെൻഷൻ അവിടെ വെക്കുവാൻ തക്കണം ഇവിടെയായി സ്വതന്ത്രം. അപ്പോൾ ആ ദൈവദാസൻ ഇങ്ങനെ ഒരു ആലോചന പറയുവാൻ തക്കണം ഇവിടെയായി സ്വതന്ത്രം. ഹല്ലേലൂയ. നീ ഇങ്ങനെ റബ്ബറിന്റെ വട്ടം
നടക്കേണ്ടവരല്ല. സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം, ആമേൻ. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസനിൽ കൂടി ദൈവത്തിന്റെ വേല തൊഴുതലയിൽ ഹല്ലേലൂയ തുടങ്ങാൻ നമ്മുടെയായി. സ്വത്രം, ഹല്ലേലൂയ, ആമേൻ. അത് ആമേൻ എപ്പോഴും ഞാൻ അത് ആ ആലോചന ഓർക്കും. അതുകൊണ്ടാണ് സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം. ഈ ദൈവവേല ഇവിടെ ആമേൻ ഇവിടെയും തുടങ്ങാൻ നമ്മുടെയായി. സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരാലോചന പറഞ്ഞാൽ നടക്കുന്നത് ചെയ്യും. അങ്ങനെ സ്വത്രം ഞാൻ കൊള്ളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു പ്രാർത്ഥന വെച്ച് സ്വത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിനെ ഇവിടെ ഒരു കൂട്ടായ്മ ഇപ്പോൾ അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഐക്യ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വത്രം, അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി പുലർത്ത് മാത്രമേ നടക്കൂ. സ്വത്രം, ഹാലേലൂയ. തളർന്നു പോകത്തില്ല. അതുപോലെ പളർന്ന ആമേ ഹല്ലേലൂയ, ആമേ ആമേ ഹാലേലൂയ പന്തലിച്ച് വരും. സ്വത്രം, ഹല്ലേലൂയ. യേശുവിന്റെ അടുത്തേക്ക് ദൈവമെടുക്കാട്ടെ. ഹല്ലേലൂയ, സ്വത്രം. അങ്ങ് മുതിർന്നവരെയും ഹല്ലേലൂയ, സ്വത്രം. ഈ ഐക്യ കൂട്ടായ്മ സ്വത്രം, ഹല്ലേലൂയ, അനുഗ്രഹമായി നടക്കുമെന്ന ഇടയായി. സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം. എനിക്കും കടന്നു വന്ന് സ്വത്രം പ്രസംഗത്തിലെങ്കിലും ദൈവീയമായിരിക്കുന്ന വചനം കേട്ട് ആമേ ഹാലേലൂയ ആരാധിച്ച് നമ്മൾ കടന്നു വന്ന് ആരാധിക്കണം, കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ബന്ധനങ്ങൾ അഴിയൂ. നമ്മൾ ബന്ധനങ്ങൾ അഴിയണമെങ്കിൽ നാം ആരാധിക്കണം. സ്വത്രം, സ്വത്രം. കൊളസ്ട്രോളും ചൂറൊക്കെ വെട്ടി മാറും. നമ്മൾ കൈയടിച്ച് ആരാധിച്ചാൽ നിർത്താൻ വെച്ചാൽ സ്വത്രം. ഇതിന് ഔഷധം കൂടാണ്. അതുകൊണ്ട് നാം ആരാധിക്കുന്നവരല്ല. ആമേ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് നാം ആമേ സ്വത്രം ആമേ നൃത്തം ചെയ്തതുപോലെ സ്വത്രം നാം നൃത്തം ചെയ്യണം. സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം. ആമേ ഐക്യക്കൂട്ടായ്മ ആമേ സ്വത്രം. ആമേ 4 പേർ കൂടി ഒരു പക്ഷപാതക്കാരനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. സ്വത്രം. അവർക്കൊരു ഐക്യം ഉണ്ടായിരുന്നു. സ്വത്രം. ഐക്യത്തോടാണ് കൊണ്ടുപോയത്. ഹല്ലേലൂയ. അരോഗ്യമായി പറഞ്ഞില്ല, എന്നെ യേശുവിന്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ല. സ്വത്രം, ഹല്ലേലൂയ. ആമേ പക്ഷപാതം പിടിച്ച ഒരു വ്യക്തിയായിരുന്നു. സ്വത്രം. ആ വ്യക്തി ഹല്ലേലൂയ കിടക്കുന്നിടത്ത് കിടക്കാനേ സ്വത്രം. അനങ്ങാനും തിരിയാനും നോക്കത്തില്ല. സ്വത്രം. അപ്പോൾ 4 പേര് കൂടി ആമേ ഐക്യത്തോടെ നിന്ന് സ്വത്രം ഹല്ലേലൂയ യേശുവിന്റെ അരികിൽ കൊണ്ടു ചെല്ലുവാനിടയായി. സ്വത്രം. സ്വത്രം. ആമേ ജനസമൂഹത്തിന് ആമേ കൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് ആമേ കൊണ്ടുപോകാനൊക്കത്തില്ല. സ്വത്രം. അവരെ നേരെ നെക്കൂര പൊളിച്ച് താഴെ ഇറക്കി. സ്വത്രം എന്ന് പറയുന്ന പോലെ പ്രിയ ദൈവദാസനും ഈ ദൈവവേല ആമേ സ്വത്രം ജനം കൊടുത്താണ് നടത്തുന്നത്. ഹല്ലേലൂയ, സ്വത്രം. എല്ലാവരെയും സ്വത്രം അവരുടെ വീട്ടുകളിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്ന് സ്വത്രം ആരാധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്വത്രം. ഹല്ലേലൂയ, സ്വത്രം. തന്റെ സാമ്പത്തികമായി അതിന് ചെലവിടുന്നു. ഇതിനൊക്കെ പ്രതിഫലം സ്വർഗത്തിൽ ദൈവം കരുതിയിട്ടുണ്ട്. സ്വത്രം. ആമേ ദൈവത്തിന് വേണ്ടി ഒരു ഗ്ലാസ് ആമേ വെള്ളം കൊടുത്താൽ അത് പ്രതിഫലം ദൈവം കൊടുക്കുക തന്നെ ചെയ്യും. ആമേ ഹല്ലേലൂയ, സ്വത്രം. ഹല്ലേലൂയ, സ്വത്രം. അതുകൊണ്ട് സ്വത്രം, ഹല്ലേലൂയ, ആമേ സ്വത്രം. പലരായ നാം യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ഒന്നാമതുകൊണ്ടാണ് നമുക്ക് എല്ലാവരും ഇങ്ങനെ ആമേ ഹല്ലേലൂയ ആരാധിക്കാൻ ഇടയായി. ആമേൻ. നാം ഒരു അപ്പത്തിന്റെയും ഒരു ആമേ ഹല്ലേലൂയ രക്തത്തിന്റെയും അംശികളാണ് നാം. സ്വത്രം. ഹല്ലേലൂയ. ഇവിടാണ് നാം പറയുന്നത് ആമേ ആ സഭ ഈ സഭ മറ്റേ സഭ. ഹല്ലേലൂയ, സ്വത്രം. ഹല്ലേലൂയ, ആമേൻ. യേശുവിന്റെ നമ്മൾ പറയാൻ ഒക്കത്തില്ല. സ്വത്രം. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, സ്വത്രം. ആമേൻ. നമ്മളെല്ലാവരും ഹല്ലേലൂയ ആമേൻ വെള്ളത്തിൽ സ്നാനപ്പെട്ടവരാണ്. സ്വത്രം. സ്വത്രം. വെള്ളത്തിന് കളറുള്ള ഒന്നുമില്ല. സ്വത്രം. ഹല്ലേലൂയ, ആമേൻ എന്ന് പറഞ്ഞതുപോലെ സ്വത്രം. ആമേൻ. നാം ഹല്ലേലൂയ ഐക്യത്തോട് നിന്ന് ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ വേല ചെയ്യണമെന്നാണ് ആമേൻ ദൈവത്തിന്റെ ആമേൻ തിരുവചനത്തിൽ കിടക്കുന്ന. സ്വത്രം. ഹല്ലേലൂയ, ആമേൻ, സ്വത്രം. അതുകൊണ്ട് ഭൂമിയിൽ വെച്ച് 2 പേർ ഐക്യമത്യപ്പെട്ട് ദൈവത്തോട് ആമേൻ ഏത് കാര്യത്തിന് പ്രാർത്ഥിച്ചാലും ആമേൻ അവിടെ ദൈവം നൽകും. സ്വത്രം. അവിടെ 2 3 പേർ ആമേൻ കർത്താവിന്റെ നാമത്തിൽ ആമേൻ കടന്നു വരുന്നിടത്ത് കർത്താവ് വരാന്ന് പറഞ്ഞത്. ഐക്യമുണ്ടെങ്കിലേ കർത്താവ് കടന്നു വരും. സ്വത്രം. ആമേൻ. ഹല്ലേലൂയ, സ്വത്രം. ഇവിടെ നാം ആമേൻ ഹല്ലേലൂയ പ്രാരംഭം ഇതുവരെയും സ്വത്രം ഐക്യത്തോട് നിന്നുള്ള വേലയാണ്. സ്വത്രം. ഹല്ലേലൂയ, സ്വത്രം. ആമേൻ ഐക്യത്തോട് നിന്ന് ദൈവ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. സ്വത്രം. ഹല്ലേലൂയ, സ്വത്രം. മതിലുകളെ തകർത്ത എരിയോൽ മതിലിനെ തകർത്ത ഐക്യത്തോടെ നിന്നവര്
ആർപ്പിട്ടപ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം. ആർപ്പിന്റെ ശക്തി ആമേ ഹല്ലേലൂയ സ്തോത്രം അതിശക്തിയാണ് സ്തോത്രം ഹല്ലേലൂയ. ആ യെരിഹോ മതിലിനെ തകർക്കാന്നുണ്ടെങ്കിൽ നിസാരപ്പെട്ട ആമേ ഹല്ലേലൂയ ഭരിക്കുന്ന അധികാര വാഴ്ചകളെ പൊരികളെ തകർക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ആമേ ലോകത്തെ ജയിച്ചവനായ കർത്താവാണ് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നാം ആരാധിച്ചാൽ ഹല്ലേലൂയ വിടുതൽ നടക്കും. ഹല്ലേലൂയ സ്തോത്രം. യേശുവിനെ ജയമെടുത്താട്ടെ ആമേ ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും ആമേ ഹല്ലേലൂയ അർദ്ധരാത്രി ഹല്ലേലൂയ കാരാഗൃഹത്തിൽ കിടന്നാണ് ആരാധിച്ചത്. അവിടെ തോനെ പേരൊന്നുമില്ലായിരുന്നു സ്തോത്രം. അവർ രണ്ടുപേരെ ഉള്ളായിരുന്നു സ്തോത്രം. ആരാധിച്ചപ്പോൾ ആമേ അടിസ്ഥാനങ്ങളാകുവാൻ നമ്മുടെ സ്തോത്രം. പൗലോസും ശീലാസും ആമേ ബന്ധിക്കപ്പെട്ടവരായി കിടന്നപ്പോൾ ആമേ ആരാധിച്ചു. ആമേ അങ്ങനെങ്കിൽ നമ്മുടെ ഹൃദയമാകുന്ന അറയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കണം. അറിയാകുന്ന നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് ഇറങ്ങും. ദാനമായി ദൈവം തന്നതാണ്. സൗജന്യമായി ദൈവം തന്നതാണ്. 5 പൈസയും മുടക്കല്ലാതെ തന്നതാണ് സ്വത്രം. പ്രയോജനപ്പെടുത്തണം. എന്തിനാ പ്രയോജനപ്പെടുത്തുന്ന പറഞ്ഞാൽ കർത്താവ് സമയമായി സ്വത്രം നമുക്ക് പറക്കണ്ടേ. പറക്കണമെങ്കിൽ ശക്തി ദൈവത്തിന്റെ ശക്തി പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. സ്വത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. നാം കൈവിട്ടു പോകരുത് സ്തോത്രം ഹല്ലേലൂയ. നാം ഇത്രയും നാളും കൊട്ടിയതും പാടിയതും ആമേ വൃഥാക്കി കളയരുത്. ഹല്ലേലൂയ സ്തോത്രം. ആമേ ലോകങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞതുപോലെ നടക്കുന്ന സ്തോത്രം ആമേ ഹല്ലേലൂയ. ലോകയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വലിയ വിളി സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് സ്തോത്രം ഹല്ലേലൂയ. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കും. വ്യാധികൾ ഉണ്ടാകും സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. കൊറോണ വന്ന വ്യാധികളായിട്ട് അനേകർ മരിച്ചുപോയി സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ക്ഷാമമുണ്ടാകും ഹല്ലേലൂയ. യുദ്ധം കഴിഞ്ഞാൽ ക്ഷാമമുണ്ടാകും സ്തോത്രം ഹല്ലേലൂയ. ഇപ്പൊ തന്നെ സവാള ഉള്ളിക്ക് 150 ഉണ്ടായി 1 കിലോയ്ക്ക് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ആമേ ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ നാം ആമേ ദൈവത്തിന്റെ സ്ഥലത്തിൽ വിശ്വസ്തയോടെ ജീവിക്കുക. ഹല്ലേലൂയ. ഭയത്തോടും ഭക്തിയോടും വിറയലോടും അവനെ ആമേ കരുതൽ നാം ആയിരിക്കുക സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ ആമേ നാളുകളിൽ ദൈവമായ കർത്താവ് എന്നെ ചില ആമേ ദൈവവചനം നൽകുവാൻ സ്തോത്രം ഹല്ലേലൂയ. അത് ആമേ ഇന്നാണ് എനിക്ക് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ അവസരം ലഭിക്കുവാൻ തക്കണമുള്ള എല്ലാത്തിനും സമയമുണ്ടല്ലോ സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 46 അധ്യായമുണ്ട്. വികസിക്കേ 47:9 വായിക്കാം. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് സത്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. ദൈവത്തിന് മഹത്വം കൊടുക്കാം. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നമ്മുടെ അരുമനാഥനായ നല്ല ദൈവമായ കർത്താവേ എന്ന സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയമായിരിക്കുന്ന ഈ നല്ല രാത്രി വിളക്കായ സ്തോത്രം കൂട്ടായ്മയുടെ ആമേയത്തിൽ അടിയനും മലയിലെ തിരുവാതിരം കർത്താവ് ഒരിക്കൽ എല്ലാവർക്കും സ്തോത്രം ചെയ്യാൻ ശ്രമിക്കുന്നു. ആമേ ഇതിൽക്കൂടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഭാര്യയെ ദേശം അനുഗ്രഹിക്കപ്പെട്ട കടന്നു വരുന്ന ആമേ ദൈവജനങ്ങളൊക്കെ ആമേ ഭവനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുക. സ്വർഗ്ഗ സഹായികളും അനുഗ്രഹിക്കണം. അടിയുടെ കുറവരായി വളർന്ന് കടത്തിടാതെ എല്ലാ നന്മയ്ക്കായി കേവലം അനുഗ്രഹിക്കും. യേശു ക്രിസ്തു വിലയേറിയ നാമത്തിൽ തന്നെ ആമേ ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താൽ ഞാൻ വിശ്വാസത്തിൽ കടന്നു വന്നപ്പോൾ ആമേ മുട്രയിലെ ദൈവച്ചാന്റെ സഭയിലായിരുന്നു ഞാൻ പ്രാരംഭമായി കടന്നു വന്നത്. എനിക്ക് പ്രാർത്ഥിക്കാൻ കടന്നു ആമേ ഹല്ലേലൂയ. അറിയത്തില്ലായിരുന്നു സ്തോത്രം. സാക്ഷി പറയാൻ പോലും അറിയത്തില്ലായിരുന്നു സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ആമേ ഹല്ലേലൂയ സ്തോത്രം. ആത്മീയമായി അറിയത്തോട് പഠിപ്പിക്കാനൊക്കെ ആമേ പ്രിയ ദൈവദാസൻ ഹല്ലേലൂയ സ്തോത്രം ആമേ സ്തോത്രം ഹല്ലേലൂയ എന്നെ സഹായിച്ചു സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ആമേ. അതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ഇന്നും ദിവസം നിൽക്കാതെയായി ഇവിടെ നമുക്ക് കേൾക്കുവാനിടയായില്ല സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. അത് വായിക്കട്ടെ. എന്നാൽ ഈ നദി ചെന്ന് ചേർന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണിയും ജീവിച്ചിരിക്കും. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താട്ടെ. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥിച്ചു തുടങ്ങിയ ആമേൻ
കൂട്ടായ്മ പ്രാർത്ഥനയുടെ ആമേ അഭിഷേകത്തിന്റെ ശക്തി അന്ന് മുതലേ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം അതിന്റെ ഒരു ശാഖയായി ആമേ ഈ ദേശത്തും കടന്നു വന്ന് ആമേ കൂട്ടായ്മ കൊണ്ടുവന്ന ദൈവം അവിടുന്ന് ഒരുക്കി. സ്വന്തം സ്വന്തം ആമേ ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ തുടങ്ങിയ അഭിഷേകത്തിന്റെ ശക്തി ആമേ ഹല്ലേലൂയ. ആമേ അത് തീർന്നു പോയിട്ടില്ല. സ്വത്രം ഇന്നും അത് ഹല്ലേലൂയ സ്വത്രം നമ്മൾ കൂടി പകരുന്നു. സ്വത്രം ഹല്ലേലൂയ സ്വത്രം. അതുകൊണ്ട് സ്വത്രം ഹല്ലേലൂയ സ്വത്രം. എന്നാൽ ഈ നദി ചെന്ന് ഏർന്നെടുത്തൊക്കെ ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേർന്നിടത്തൊക്കെയും അത് പത്യമായി ആമേ സ്തോത്രം ആമേ അത് പത്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. സ്തോത്രം. അപ്പോൾ ഇത് ജീവിക്കുന്ന നദിയാണ്. സ്തോത്രം. ഈ നദി ഈ അഭിഷേകം ജീവിപ്പിക്കുന്ന അഭിഷേകമാണ്. ആമേ സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം ആമേ ഈ കൂട്ടായ്മയിൽ ആമേ കടന്നു വന്ന സ്തോത്രം ആമേ ആരാധിച്ച് ബലപ്പെട്ട് ശക്തീകരിച്ചാൽ ആമേ ഒരു പുതിയ ബലം തരും, ഒരു പുതിയൊരു ജീവൻ നമുക്ക് തരും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം ഈ ദിവസങ്ങളിൽ ആമേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയുകയാണ് സ്തോത്രം ഹല്ലേലൂയ ഇത് ചലിക്കുന്ന നദിയാണ്. സ്തോത്രം ഹല്ലേലൂയ. ആമേ ഇത് ജീവനുള്ള നദിയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ജീവനുള്ള പ്രാണികളുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. നാം ജീവനുള്ള പ്രാണികളാണ്. സ്വന്തം ഹല്ലേലൂയ സ്തോത്രം. യേശു വരുത്തക്കാട് ആമേ ഒന്നും അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നു ഞാൻ കണ്ടു. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. ഈ ആരാധനയിൽ കൂടി പരിശുദ്ധാത്മാവ് ഒഴുകുന്നു. പരിശുദ്ധാത്മാവ് ഉമ്മരപ്പടിയായിരിക്കുന്ന നമ്മുടെ ഈ ദൈവീയമായിരിക്കുന്ന പീഠത്തിൽ ഒരുക്കിയിരിക്കുന്ന പീഠത്തിൽ ആമേ പരിശുദ്ധാത്മാവ് നിറഞ്ഞൊഴുകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ഭക്തന്മാർ കടന്നു വന്ന് ശക്തമായ ആമേ ഹല്ലേലൂയ സ്തോത്രം ആലോചന നൽകിയിരിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഈ ദേശത്തിലും ദേശത്തിൽ നിന്നും അനേകർക്ക് ആമേ ദൈവത്തിൽ നിന്നും ഹല്ലേലൂയ ആമേ സ്തോത്രം ഹല്ലേലൂയ ശക്തി പറയുവാനും ആമേ ഹല്ലേലൂയ ആമേ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. അത് ആമേ ദൈവത്തിന്റെ ഒരു അഭിഷേകമാണ്, ദൈവത്തിന്റെ ഒരു ശക്തിയാണ്. ഹല്ലേലൂയ സ്തോത്രം ആമേ സ്തോത്രം. ഒരു വാക്കുകൂടെ വായിച്ചിട്ട് ആമേ ഞാൻ ദൈവത്തിന് കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. സഖിയാവിന്റെ പുസ്തകം അതിന്റെ 14 സഖിയാവിന്റെ പുസ്തകം 14 അന്നാളിൽ ജീവനുള്ള വെള്ളം യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട് പകുതി കിഴക്കേ കടലിലേക്കും പകുതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. ദൈവത്തിന്റെ നല്ലനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം ഹല്ലേലൂയ. അന്നാളിൽ ജീവനുള്ള വെള്ളം യെരുശലേമിൽ നിന്നും പുറപ്പെട്ടു പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ ആമേ കടലിലേക്കും ഒഴുകും. സ്തോത്രം ഹല്ലേലൂയ. ഈ ഐക്യ കൂട്ടായ്മ പല ദിക്കിലേക്ക് ആമേ പരിശുദ്ധാത്മാവ് അടിക്കാൻ പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ഈ ജീവനുള്ള നദി ആമേ ഹല്ലേലൂയ ചലിക്കുന്ന നദി ആമേ ഹല്ലേലൂയ പല ദിക്കിലേക്കും ഹല്ലേലൂയ സ്തോത്രം പുറപ്പെടാൻ പോകുന്നു. സ്തോത്രം ഹല്ലേലൂയ. പലർക്കും ഇതിൽ കൂടി ആമേ ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹം പ്രാപിപ്പാൻ ആമേ ഗുണം പ്രാപിപ്പാൻ ഇടയാകും. സ്തോത്രം ആമേ ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം എസ്കേന്റെ പുസ്തകത്തിന്റെ സ്തോത്രം വായിച്ചുകൊണ്ടിരുന്ന ഭാഗം വായിച്ചോട്ടെ. നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്നുവാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയുമില്ല.
അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്നുവാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. കരങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വത്രം യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താണ്ട്, യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താണ്ട് ായിരിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശു കടന്നു വന്ന് ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ 18 സംവത്സരമായി ആമേൻ കൂലിയായിരിക്കുന്ന ഈ അബ്രഹാമിന്റെ മകളെ ആമേൻ സൗഖ്യമാക്കേണ്ടതല്ലേ എന്ന് ചോദിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ അവർക്ക് രോഗമെന്നതായിരുന്നു സ്തോത്രം. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ബന്ധനമായിരുന്നു സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താട്ട് രക്തസാവർക്കായിക്ക് എന്തൊരു രോഗമായിരുന്നു സ്തോത്രം. അതിന് ബാധയായിരുന്നു സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താട്ട് രോഗത്തെ രോഗാത്മാവിനും രോഗാവസ്ഥയും വിടുവിപ്പാൻ അധികാരമുള്ള കർത്താവ് ഹല്ലേലൂയ. ഓ യേശുവിന്റെ നാമത്തിൽ ആരേൽപ്പിച്ചു കൊടുക്കുന്നു സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നതുകൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നാം ഹല്ലേലൂയ ആമേൻ. എല്ലാ ആഴ്ചയിലും സ്വന്തം 2 പ്രാവശ്യമാണ് നീ കൂട്ടായ്മ കൊടുക്കുന്നത് സ്വന്തം. അതിന് ആത്മീയ ഒരുക്കാണ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. മാസം തോറുള്ള പ്രാർത്ഥനയല്ല സ്തോത്രം. ഹല്ലേലൂയ ആഴ്ച തോറും ഹല്ലേലൂയ ആമേൻ 2 സ്തോത്രം. ഹല്ലേലൂയ ആമേൻ ആരാധന കൂട്ടായ്മയാണ് ആമേൻ നാം നടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ അഭിഷേകമുണ്ട് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അഭിഷേകത്തിന്റെ ശക്തി അവിടെ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആരാധിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങും. അപ്പോസ്തലന്മാർ ആരാധിക്കപ്പെടില്ല സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇറങ്ങിയത് ഹല്ലേലൂയ സ്തോത്രം. മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേർ ആമേൻ ദൈവത്തിന്റെ വാക്യപ്രകാരം കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇറങ്ങുവാന്നൊക്കെ നമ്മളിയായി. അപ്പോൾ നാം കൂടിയിരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങും. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ആമേൻ വാക്ക് പറഞ്ഞതാണ്, വാഗ്ദാനം ചെയ്തതാണ്. ഹല്ലേലൂയ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ആമേൻ നാം സ്തോത്രം പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തവര് ദൈവസന്നിധിയിൽ ഇരുന്ന് പരിശുദ്ധാത്മാവ് പ്രാപിക്കും. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ കൃപ ജയമെടുത്താണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ പുസ്തകം അതിന്റെ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. 21 വാക്കുകളൊന്ന് വായിച്ചാണ് സ്തോത്രം. 2 രാജാക്കന്മാരുടെ 2-ാം അധ്യായത്തിന്റെ 21 വാക്യം. അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് വിട്ടു, ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ അത്ഭുതമായിരിക്കുന്ന വിടുതൽ ശുശ്രൂഷ കേൾക്കുവാനൊക്കെ നമ്മുടെ സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താണ്ട് അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. അവൻ ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകിയില്ല എന്ന് യഹോവ അരുളി ചെയ്യുവാണ്. ആമേൻ സ്തോത്രം. ഈ ഹല്ലേലൂയ നദി ആമേൻ ഹല്ലേലൂയ പഥ്യമാക്കി. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ശാപകാലമായിരിക്കുന്ന ശാപബന്ധമായിരിക്കുന്ന ആമേൻ കട്ടികളെ അഴിക്കുവാൻ, രോഗബന്ധനത്തെ അഴിക്കുവാൻ, ആമേൻ ഹല്ലേലൂയ പാപത്തിൽ നിന്നും ആമേൻ വിടുവിക്കാൻ, ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ ആമേൻ അധികാരമുള്ള ദൈവത്തിന്റെ വചനമാണ് സ്തോത്രം. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആമേൻ ഹല്ലേലൂയ അരുളി ചെയ്തതാണ് സ്തോത്രം. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം, വാഗ്ദത്തം നിറവേറ്റാൻ കഴിവുള്ള ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ
ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിട്ട് നമ്മളൊരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് വേണം പോകാൻ. ഹല്ലേലൂയ. സ്തോത്രം. നാം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരണം. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് വിടുതൽ നൽകണം. ഹല്ലേലൂയ. സ്തോത്രം. യേശുവേ എനിക്ക് വിടുതൽ തരണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ എന്ന് നാം ഹൃദയം കൊണ്ട് നാം ഹൃദയം നോക്കി കരയണം. ഹല്ലേലൂയ. സ്തോത്രം. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം വന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രവാചകൻ കടന്നു വന്ന് സ്തോത്രം. നിന്റെ ഗൃഹകാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ പറഞ്ഞു. സ്തോത്രം. ആ ക്ഷണത്തിൽ തന്നെ ഹിസ്കിയാവ് ഭിത്തിയോട് ചാരിയിരുന്നു. നിലവിളിക്കുവാൻ നമ്മുടെ ആര് നിലവിളിക്കുന്നു, ആര് കണ്ണുനീരെടുക്കുന്നു, അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. സ്വന്തം തീരുമാനമെടുത്തു. കണ്ണുനീര് വീണപ്പോൾ ദൈവം അത് കണ്ടു. സ്വന്തം പ്രവാചകന്റെ അടുത്ത് പറഞ്ഞു, നീ പോയി പറയാൻ പറഞ്ഞു. എന്തുവാ? 18 സംവത്സരം കൂടെ നിനക്ക് ആയുഷ്യം കിട്ടി തന്നിരിക്കുന്നു. അപ്പോൾ മരണത്തിന് വരെ നീക്കുവാനുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. സ്വത്രം. ഞാൻ കഴിഞ്ഞ ഈ സമയത്തൊക്കെ ഞാൻ രോഗിയായിരുന്നു. എല്ലാവരും 13 രക്തമാണായിരുന്നു. എനിക്കൊരു 3-4 മാസവും ചുമയായിരുന്നു. ചുമയ്ക്ക് പറ്റി എനിക്ക് വയ്യായിരുന്നു. പിള്ളേരെല്ലാം വഴക്ക് പറഞ്ഞ് ഹോസ്പിറ്റലൊക്കെ പോയി രക്തം പരിശോധിച്ചപ്പോൾ 5 ഉണ്ടായിരുന്നു. ഡാക്ടർ വരെ അങ്ങ് നിശ്ചയിച്ചു. സ്വത്രം. സ്വത്രം. 6 ബ്ലഡ് കുത്തിയിടാൻ ഇവിടെയായി. സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തസാക്ഷ്യം. ഹല്ലേലൂയ. എന്റെ പ്രാണനെ ശത്രുവിന് കൊടുക്കാതെ വണ്ണം. ഹല്ലേലൂയ. സ്വത്രം. ഹല്ലേലൂയ. മരണത്തിന് വരെ നീക്കുവാക്കി തരുന്ന നമ്മുടെ ദൈവമാണ്. സ്വത്രം. അതുകൊണ്ടാണ് നീ ഇവിടെ കടന്നു വന്ന് എനിക്കും ദൈവവചനം സംസാരിക്കാൻ കടമടയായത്. സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. അതുകൊണ്ട് ഹല്ലേലൂയ. സ്വത്രം. ദൈവത്തിന്റെ വചനം നാം വള്ളിക്കോ പുള്ളിക്കോ തെറ്റാതെ വേണം. ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്വത്രം. അതുകൊണ്ട് നാം വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കാൻ നീ ദൈവത്തിന്റെ മഹത്വം കാണും. സ്വത്രം. വിശ്വസിക്കുന്നതിനാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം നടക്കണം. സ്വത്രം. സ്വത്രം. അതുകൊണ്ട് സ്വത്രം. പ്രിയമുള്ളവരെ, സ്വത്രം. നമ്മൾ കടന്നു വന്ന് വന്നായി പോകരുത്. സ്വത്രം. നമ്മൾ ഇന്ന് പ്രാപിക്കണം. പ്രാപിക്കാനാണ് ഈ കൂട്ടായ്മ നമ്മൾ ദൈവം ആലോചന പ്രകാരം നടത്തുന്നത്. സ്വത്രം. അതുകൊണ്ട് നാം മുന്നിൽ കടന്നു വന്ന സ്വന്തം ഒരു പാട്ടുപാടി പ്രാർത്ഥിക്കുക. വചനം വിട്ടു പോകുന്നതല്ല. സ്വന്തം ഏതെങ്കിലും ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് വിടുതലുള്ളൂ. സ്വത്രം. സ്വത്രം. വചനമായി സൗഖ്യമാക്കുന്ന ദൈവമാണ്. സ്വത്രം. അതുകൊണ്ട് സ്വന്തം ദൈവത്തിൽ നാം സ്വസ്ഥരായിരിക്കുക. ദൈവമായ കർത്താവ് വചനങ്ങളാൽ സഹായിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരം തന്നെ ദൈവത്തിന് വന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ പ്രാർത്ഥന ചോദിക്കും. ഞാൻ ദൈവം മിഥ്യാമൂർത്തികളെ ആരാധിച്ച് കല്ലോം ദേവീ ക്ഷേത്രത്തിന്റെ ഒരു ഭാരവാഹിയായി ഒരു കാലഘട്ടത്തിൽ വീട്ടിന്റെ മുറ്റത്ത് കൊലയാലിയൊക്കെ വെച്ച് കുടുംബ പാരമ്പര്യമായിട്ട് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് രാത്രി കാലം ഇവിടെ നിന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ വചനം വിളിച്ചു. സ്തോത്രം. എത്ര പേര് കർത്താവിനെ മഹത്വപ്പെടുത്തും. കർത്താവിന്റെ വചനം ഇങ്ങനെ പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറും. അവൻ ദേശത്ത് മാറും, കുടുംബത്ത് മാറും, അവൻ പട്ടണത്തിൽ മാറും, അവൻ സകല മേഖലയിലും അവൻ ഒരു പുതിയ സൃഷ്ടിയായി മാറും. രാത്രികാലം ഹല്ലേലൂയ. തനിക്ക് വലിയ വിദ്യാഭ്യാസമോ വലിയ യോഗ്യതകളോ വലിയ സൗന്ദര്യം ഒന്നുമില്ലെങ്കിലും തമ്പുരാന്റെ പാദപീഠത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ തമ്പുരാന്റെ ജീവനുള്ള വചനത്തെ വിളിച്ചു പറയുവാൻ കർത്താവ് കൊടുത്ത കൃപയ്ക്ക് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ധാരാളമായി കർത്താവ് തന്നെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. തുടർന്ന് അല്പസമയം കൂടെ കർത്താവിന്റെ വചനം നമുക്ക് അല്പസമയം കൂടെ ചിന്തിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ദൈവം അനുവദിച്ചാൽ ദൈവഹിതമെങ്കിൽ, ദൈവം അനുവദിക്കുമെങ്കിൽ ഹല്ലേലൂയ ചില ദിനങ്ങളോട്
ആമീൻ കഴിയുമ്പോൾ ആമീൻ നമ്മൾ ആമീൻ ദൈവദാസൻ ആമീൻ പ്രസംഗിച്ചുമ്പോൾ ഞാൻ ദൈവദാസനോട് പറഞ്ഞതൊന്നുമല്ല, ആമീൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പുള്ളി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നെ കൂടി അങ്ങനെ സംസാരിച്ചു. ആമീൻ ഹല്ലേലൂയ, ആമീൻ ഹല്ലേലൂയ. നന്ദി സ്തോത്രം. മുട്ടറയുടെ പ്രദേശത്തും ആമീൻ ഇങ്ങനെ ആ ദേശത്തും ഇങ്ങനെ ഒരു പ്രാർത്ഥന ആമീൻ ഹല്ലേലൂയ നടത്തുവാൻ ആമീൻ ആഗ്രഹിച്ചിരിക്കുന്നു. അത് ദൈവഹിതമെങ്കിൽ ആമീൻ ദൈവിക നിയോഗം ആമീൻ അതിന്റെ മധ്യയിൽ ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ ദൈവം ആമീൻ തുടങ്ങും. യേശുവിന്റെ നാമത്തിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? യേശുവിന്റെ നാമത്തിൽ നമ്മൾ ആരും സാധാരണക്കാരല്ല. ആമീൻ ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ആമീൻ ആമീൻ. നമ്മളെ കൊണ്ട് കർത്താവ് ദേശത്ത് ദൈവത്തിന്റെ വചനത്തെ വിളിച്ചു പറയിക്കും. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. പടകിന്റെ അറ്റത്ത് ആമീൻ ഹല്ലേലൂയ ഒന്നും കിട്ടാതെ കരഞ്ഞുകൊണ്ടിരുന്ന പത്രോസിനെ വിളിച്ച് ആമീൻ വിദ്യാഭ്യാസമില്ല, യോഗ്യതയില്ല, ആമീൻ കുലമഹിമയില്ല, ഒന്നുമില്ലാത്തവനെ വിളിച്ചിട്ട് ആമീൻ തമ്പുരാൻ പറയുന്ന ഒരു വാക്കുണ്ട്. ആമീൻ നിന്റെ അകത്തളങ്ങളിൽ ഹല്ലേലൂയ എന്റെ പിതാവ് ഒരു ആമീൻ വെളിപ്പാട് തന്നിട്ടുണ്ട്. ആ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നിന്നിക്കൂടി ഞാൻ ഒരു സഭയെ പണിത് പുറത്തെടുക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു യോഗ്യതയുമില്ലാത്തവനെ കൊണ്ട് ആമേൻ സഭ പണിത് പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മെ കൊണ്ട് ചിലത് ദൈവം ചെയ്യിപ്പിക്കും. ആമേൻ ഇതിനകത്തുള്ളകളിലിരിക്കുന്ന ആമേൻ സകല പ്രിയപ്പെട്ടവരെ കൊണ്ട് ദൈവം സകല ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ചിലത് ആമേൻ ദേശങ്ങൾ ചെയ്യിപ്പിക്കും. ആമേൻ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവദാസൻ പറഞ്ഞത് കേട്ടില്ലേ? ആമേൻ ഏകദേശം 16 വർഷങ്ങൾക്ക് മുൻപ് ആമേൻ ഒരു ദൈവദാസൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ഒരു കൺവെൻഷൻ വേദിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞതാ. ആമേൻ ഹല്ലേലൂയ എന്നെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞതാ. ആമേൻ നീ റബ്ബറിന്റെ ചുവട്ടിൽ ആമേൻ ആമേൻ കറങ്ങി നടന്ന ആമേൻ ഹല്ലേലൂയ ഓടി നടന്ന അധ്വാനിക്കുവാനുള്ളവരല്ല. നിന്നെ കൊണ്ട് ദൈവത്തിന്റെ വേല ചെയ്യിപ്പിക്കാനുണ്ട്. നിന്നെ കൊണ്ട് പുറത്തു കൊണ്ടുവരുവാനുണ്ട് എന്ന് 16 വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഹല്ലേലൂയ ദൂരമേ നിന്ന് വന്ന ഒരു ദൈവത്തിന്റെ അഭിഷേകത്തിനെ കൂടി വിളിച്ചു പറഞ്ഞെന്ന് നാളുകൾ കഴിഞ്ഞപ്പോൾ ആമേൻ ദൈവം അത് നിവർത്തീകരിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, ഈ രഹസ്യങ്ങളിലായിരിക്കുന്നവർ നമ്മൾ നിസ്സാരക്കാരല്ല. ദൈവം നമ്മളെ കൊണ്ട് ചെറുത് ചെയ്തടിപ്പിക്കും. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ആമേൻ നമ്മൾ അറിയുന്നില്ല. ദൈവഹിതത്തിനായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ ഹിതം പോലെ ദൈവം നമ്മെ നടത്തട്ടെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രികാലം ആമേൻ നമുക്കൊരു സങ്കീർത്തനത്തിന്റെ ആമേൻ 1-2 വാക്യങ്ങൾ വായിച്ച് ആമേൻ അതിന് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 91-ാം സങ്കീർത്തനം എടുത്താട്ടെ. അതിന്റെ 5-ാം വാക്യം വായിച്ചാൽ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. 4 കൂട്ടം കാര്യം അവിടെ സങ്കീർത്തനക്കാരൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. ആമേൻ ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തേക്ക് കണ്ണോടിക്കുമ്പോൾ ആമേൻ 2 ആമേൻ വിഭാഗത്തിലെ ആൾക്കാരെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു ആമേൻ ഹല്ലേലൂയ അന്ധകാര ശക്തികളൊന്നുമില്ല, പിശാചിന്റെ ബാധകളൊന്നുമില്ല. ആമേൻ ഹല്ലേലൂയ. ഒരു കൂട്ടം പറയുന്നു അത് നിശ്ചയമായിട്ടുണ്ട്. ആമേൻ അങ്ങനെയുള്ള ആമേൻ ഹല്ലേലൂയ ആമേൻ പൈശാചിക പോരുകളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. ഇങ്ങനെ 2 വ്യത്യസ്ത നിലകളിൽ ആമേൻ ജനം ആമേൻ ആ ഹല്ലേലൂയ കാര്യങ്ങളെ കുറിച്ച് വിധി എഴുതുമ്പോൾ വേദപുസ്തകം വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ആമേൻ തമ്പുരാന്റെ വചനം വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. രാത്രിയിലെ ഒരു ഭയമുണ്ട്. ആമേൻ രാത്രിയുടെ യാമം ആമേൻ ഇരുട്ടിന്റെ മണ്ഡലം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ ആ ഇരുട്ടിന്റെ മറവിൽ നിന്ന് ആമേൻ നമ്മെ ഭയപ്പെടുത്തുന്ന ആമേൻ നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന ആമേൻ ഹല്ലേലൂയ ഒരു അന്ധകാര പോരിന്റെ ശക്തിയുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ വ്യക്തമായി രേഖപ്പെടുത്തി ഹല്ലേലൂയ ആമേൻ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. ആമേൻ ഹല്ലേലൂയ. സാത്താൻ അവൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഊടാടി സഞ്ചരിച്ചു നടക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. അവൻ ആരെ തകർക്കണമെന്ന് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ അവൻ ഊടാടി സഞ്ചരിച്ചു നടക്കുന്നു. ആമേൻ ഹല്ലേലൂയ. അതിന്റെ ഒരു ഭാഗമാണ് ഈ ഇരുട്ടി
ഹല്ലേലൂയ വരുന്ന ഭയം, ഇരുട്ടിന്റെ മാലിലും മറവിൽ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു അന്ധകാര ശക്തിയുടെ പോര് യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. ഒന്നാം അടുത്തത് പകൽ പറക്കുന്ന അസ്ത്രത്തെയും അടുത്തത് പറയുകയാണ്, പകൽ പറക്കുന്ന അസ്ത്രം. ആമേൻ ഹല്ലേലൂയ. പകൽ സമയത്ത് ആമേൻ ഹല്ലേലൂയ പറക്കുന്ന ഒരു അസ്ത്രം, അത് ആരെ തകർക്കേണ്ടു എന്ന് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ വെല്ലുവിളിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പറന്നു വരുന്ന ഒരു അന്ധകാര പോരിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവോട് വെളിപ്പെടുത്തുകയാണ്. അടുത്തത് ആമേൻ അടുത്തത് ഇരുട്ടിന്റെ മറവിൽ ആമേൻ സഞ്ചരിക്കുന്ന ഒരു മഹാമാരി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ജീവിതത്തിൽ വരുന്ന ഹല്ലേലൂയ ചില പ്രതിസന്ധികളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. ആമേൻ ഹല്ലേലൂയ. ജീവിതത്തിൽ നിലയ്ക്കാത്ത സമയത്ത് ആമേൻ ചിന്തിക്കാത്ത മേഖലയിൽ ആമേൻ ഹല്ലേലൂയ വരുന്നതായ ആമേൻ ഒരു മഹാമാരിയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവോടെ വെളിപ്പെടുത്തുകയാണ്. ആമേൻ അടുത്തത് അടുത്തത് പറയുകയാണ്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന ഒരു സംഹാരദൂതൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരദൂതൻ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് ആമേൻ നിലയ്ക്കാത്ത സമയത്ത് നമ്മുടെ പ്രാണനെ തകർത്തു കളയുവാൻ, നമ്മുടെ പ്രാണനെ ഇല്ലാതാക്കുവാൻ, ആമേൻ നമ്മെ തകർത്തു കളയുവാൻ, ആമേൻ നമ്മളെ മുടിച്ചു കളയുവാൻ, ആമേൻ ഹല്ലേലൂയ സഞ്ചരിക്കുന്ന ഒരു അന്ധകാര ശക്തിയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവർ തിരിച്ചറിഞ്ഞോളൂ. ജീവൻ ഭൗഡവന ഘടക വൈഡാരകടക സുന്ദര ജീവാരകടകനാദര ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന ആമേൻ സംഹാരത്തിന്റെ ശക്തിയെ ജയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രികാലം അവരെ പ്രാപിച്ചുകൊണ്ട് ഇതിനകത്ത് വന്ന് മടങ്ങിപ്പോകാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ കേട്ടിട്ടില്ലേ പത്രങ്ങൾ വായിക്കുമ്പോൾ, ആമേൻ ഹല്ലേലൂയ ടിവിയിലെ ന്യൂസുകൾ വായിക്കുമ്പോൾ കേട്ടിട്ടില്ലേ, ആമേൻ 4 ചെറുപ്പക്കാർ ഒരുമിച്ച് കടന്നുപോയി, 2 ചെറുപ്പക്കാർ ഒരുമിച്ച് കടന്നുപോയി, ആമേൻ 2 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കടന്നുപോയി, ആമേൻ ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ കടന്നുപോയ യാത്രയിൽ, അവർ കടന്നുപോയ വേളയിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ പകൽ പറക്കുന്ന അസ്ത്രമാകുന്ന ആമേൻ അന്ധകാര ശക്തി അവരുടെ ജീവനെ പിടിച്ചു കളഞ്ഞെന്ന്, അവരുടെ ജീവനെ നശിപ്പിച്ചു കളഞ്ഞെന്ന്, അവരുടെ ജീവനെ എടുത്തു കളഞ്ഞെന്ന് നമ്മൾ കേൾക്കുന്നില്ലേ, നമ്മൾ വായിക്കുന്നില്ലേ? അതിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന ഒരു സംഹാരകനുണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന ഒരു സംഹാരകനുണ്ട്. ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ചോണം, ഇന്ന് രാത്രികാലം ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. അവൻ നമ്മുടെ തലമുറകൾ അവൻ ഹല്ലേലൂയ അവൻ ഒരിടത്ത് ഒതുങ്ങിയിരിക്കുന്നവരല്ല, അവൻ നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഒതുങ്ങിയിരിക്കുന്നവരല്ല. ഇന്ന് രാത്രികാലം ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ജീവൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ആകെയുള്ള യുദ്ധന്റെ ആധിപത്യത്തെ, അവന്റെ ഭരണത്തെ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഓ ജീസസ് ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ചോളെ, ഇന്ന് രാത്രികാലം എന്നെ പ്രാർത്ഥിച്ചോളെ, തലമുറകളെ വഹിച്ച് പ്രാർത്ഥിച്ചോളെ, പ്രിയപ്പെട്ടവരെ വഹിച്ച് പ്രാർത്ഥിച്ചോളെ. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന ഒരു സംഹാരകനെ ജയിച്ചു പുറത്തുവരേണ്ടതിന് ആത്മാവിന്റെ ശക്തിയോടെ ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ചാണ്. ജീവ രമന ശബ്ദന രഥന വൈദരദന ജീവ രഗ ധന ധന രഗ രഗ ജീവ ബാബ ശബ്ദ രഗ ധന. ആമേൻ. തലമുറകളെ മുദ്രയിട്ട് പ്രാർത്ഥിച്ചു, ആമേൻ. തലമുറകളെ മുദ്രയിട്ട് പ്രാർത്ഥിച്ചു. ഈ രാത്രികാലം മുദ്രയിട്ട് പ്രാർത്ഥിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ അവൻ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരങ്ങളിൽ നിന്ന് ജയത്തിന് വേണ്ടി
കൃപ 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 ഇന്ന് രാത്രിക്കാൽ യേശുവിന്റെ നാമത്തിൽ ശക്തിയുണ്ട് യാതൊരു ശക്തിയുണ്ട് ഇന്ന് രാത്രിക്കാൽ അതിനെ ജയിക്കേണ്ടതില്ല ആത്മാവിന്റെ ശക്തി ആമേൻ ഹല്ലേലൂയ നീ അധ്വാനിക്കുവാൻ കടന്നു പോകുമ്പോൾ ആമേൻ ഹല്ലേലൂയ നിന്റെ യാത്രയിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ചോ യേശുവിന്റെ രക്തത്താൽ ദൈവത്തിന്റെ ആത്മാവിനെ നിയോഗം തരികയാ പ്രാർത്ഥിക്കാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ആമേൻ നീ പോകുന്ന മേഖലയിൽ നിന്റെ ഹല്ലേലൂയ ദൃഷ്ടി വെച്ചുകൊണ്ട് നിന്റെ ഉന്നം വെച്ചുകൊണ്ട് നിന്റെ പകർത്തി കളയുവാൻ നിന്നെ ഇല്ലാതാക്കുവാൻ ജീസസ് ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താൽ പാമ്പുകളെയോ തേളുകളെയോ ഭൂക്കന്റെ സകല ഭാവബലത്തെയോ ചവിട്ടുവാൻ ഇന്ന് രാത്രിക്കാലം നടത്താൻ വിളിക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ അഭിഷേകത്തിന്റെ തീ നിന്നെ തകർത്ത് കളയേണ്ടതിനാ ആമേൻ നിന്നെ തകർത്ത് കളയേണ്ടതിനാ നിന്നെ ഒരു മൂലക്കാക്കേണ്ടതിനാ ആമേൻ ഹല്ലേലൂയ നിന്നെ കട്ടിലെ കിടത്തേണ്ടതിനാ ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവർ നോക്കി നിന്നെ ചിരിക്കേണ്ടതിനാ ആമേൻ ഹല്ലേലൂയ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന ചില സാധാരണ ദൂതന്മാരെ ഇന്ന് രാത്രിക്കാലം തകർത്ത് പ്രാർത്ഥിക്കാൻ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ രാത്രിക്കാലം ആമേൻ ഭരണത്തോട് തലമുറയോട് ഏറ്റുനിൽക്കുന്നവരോട് ആമേൻ എതിർത്ത് നിൽക്കുന്ന വെല്ലുവിളിച്ചു നിൽക്കുന്ന ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന ചില സാധാരണ ദൂതന്മാർ ഇന്ന് രാത്രിക്കാലം യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ രക്തത്താൽ ജയമെടുക്കുകയാണ് യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ മഹാസംഹാരത്തെയും നിനക്ക് പേടിപ്പാടില്ല ആമേൻ ഹല്ലേലൂയ അടുത്തത് പറയുകയാണ് നിന്റെ വശത്ത് 1000 പേര് നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും യേശുവിന്റെ നാമത്തിൽ വീഴും യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാ ആമേൻ ഹല്ലേലൂയ ആമേൻ നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്നില്ലേ ആമേൻ നിന്റെ ചെവി കൊണ്ട് നീ കേൾക്കുന്നില്ലേ ആമേൻ ഹല്ലേലൂയ വിളിച്ചു നിന്നവർ ആമേൻ അധികാരം പറഞ്ഞു നിന്നവർ ആമേൻ ഹല്ലേലൂയ ഒരു സൈന്യമായി നിന്നവർ വീണത് നീ കണ്ടില്ലേ നീ കേട്ടില്ലേ ഇന്ന് രാത്രിക്കാലം ആത്മാവ് വിളിച്ചു പറയുക ആമേൻ ഹല്ലേലൂയ നിന്റെ വശത്ത് 1000 പേര് നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴും അടുത്തത് എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല അവൻ കാരണം എന്താണെന്നറിയാമോ അവൻ അടുത്ത് വരാത്ത കാരണം എന്താണെന്നറിയാമോ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാ അവൻ അടുത്ത് വരാൻ കാലിന് കഴിയാത്ത അവൻ കാരണം എന്താണെന്നറിയാമോ അവൻ നീ ഒരു തീയാണ് അവൻ ഹല്ലേലൂയ നിന്നിൽ
അടുക്കത്തില്ല, അത് നിന്റെ അടുക്കത്തില്ല, അത് നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരത്തില്ല, അത് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ല. കാരണം നീ അഭിഷേകമുള്ളവരാണ്. നീ ദൈവത്തിന്റെ തീ നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രികാലം അത് പ്രാപിച്ചോണേ. ഇന്ന് രാത്രികാലം അത് പ്രാപിച്ചുകൊണ്ട് കടന്നു പോകാതെ ഇന്ന് രാത്രികാലം ഇത് ഹല്ലേലൂയ ആ ആത്മശക്തി പ്രാപിച്ചുകൊണ്ട് ജഗത്തങ്ങളിൽ ഹല്ലേലൂയ ഭവനത്തിലേക്ക് മടങ്ങി പോകാതെ ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് പറയുക ആമേൻ ഹല്ലേലൂയ. ആയിരങ്ങൾ എഴുന്നേൽക്കും, പതിനായിരങ്ങൾ എഴുന്നേൽക്കും. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കും നിശ്ചയമാണ്, എഴുന്നേൽക്കും നിശ്ചയമാണ്. ഇന്ന് രാത്രികാലം ജയിക്കണമെന്ന് ആത്മാവിന്റെ ശക്തി ആവശ്യമാണ്. അഭിഷേകത്തിന്റെ ശക്തിയാ ഇന്ന് രാത്രിക്കാലം ഫലമാകട്ടെ. ചില കുടുംബങ്ങളോട് ചില ഫലങ്ങളോട് വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില ആധിപത്യങ്ങൾ, ചില ശക്തികൾ ഇന്ന് രാത്രിക്കാലം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ഉണ്ട്. അന്ധകാര ശക്തിയുടെ വ്യാപാരമുണ്ട്, അവന്റെ പോരുകളുണ്ട്, അവന്റെ പോരാട്ടങ്ങളുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വചനം നമ്മെ വ്യക്തമായി വിളിച്ചു പറയുന്നു. ആമേൻ ഹല്ലേലൂയ. രാത്രിയിലെ ഭയമുണ്ട്, ആമേൻ ഇരുട്ടിലെ മഹാമാരിയുണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സാധാരണയുണ്ട്. എങ്കിലും അത് നിന്റെ ജീവിതത്തിൽ ഏശാതിരിക്കണമെങ്കിൽ, അത് നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരാതിരിക്കണമെങ്കിൽ, അവൻ അത് നിന്റെ തലമുറയുടെ മേൽ വ്യാപരിക്കാതിരിക്കണമെങ്കിൽ, അവൻ ഹല്ലേലൂയ നിന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആ അഭിഷേകത്തിന്റെ മേൽ വീഴണമേ. അതിനെ വെട്ടുവാൻ, അതിനെ ചവിട്ടുവാൻ, അതിനെ തകർത്തുവാൻ ആ സ്വർഗീയ അഭിഷേകത്തിന്റെ ശക്തി എന്റെ മേൽ വീഴണമേ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. അടുത്ത അതിന്റെ മേലോട്ട് അതിന്റെ 4-ാം വാക്യം വായിച്ചാൽ അഭിഷേകമുള്ളവനെ കുറിച്ച്, ദൈവത്തിന്റെ സാന്നിധ്യ മഹത്വങ്ങളിൽ ഉള്ളവനെ കുറിച്ച്, യേശുവിന് വേണ്ടി ഹൃദയത്തെ തുറന്നുകൊടുത്തവനെ കുറിച്ച്, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. മുഖം നോക്കാതെ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ ആമേൻ ഈ ഭവനത്തിനകത്താകൾ മുട്ടുമടക്കുന്ന, ആമേൻ കരയുന്ന, ആമേൻ നിലവിളിക്കുന്ന, ഉപവസിക്കുന്ന, ആമേൻ നിന്നെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുക ആമേൻ തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കുന്ന ദൈവമാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ആമേൻ ആ മറവിലേക്ക് മറയട്ടെ, ആ സാന്നിധ്യത്തിലേക്ക് കയറട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. അടുത്തത് അവന്റെ ചിറകിന്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ പരിചയും ഫലകയും നിനക്ക്, അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയും ഫലകയുമായിരിക്കും. യേശുവിന്റെ നാമത്തിൽ അവൻ വിശ്വസ്തനായിരിക്കുന്നത് പോലെ, ആമേൻ ഹല്ലേലൂയ. നീ ഒന്ന് വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. നീ ഒന്ന് വിശുദ്ധിയിലേക്കൊന്ന് മാറുവാൻ കഴിയുമെങ്കിൽ, നീ ഒന്ന് വിശ്വസ്തതയോട് നിൽക്കുവാൻ കഴിയുമെങ്കിൽ, അവൻ ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രികാലം പറയുക ആമേൻ ഹല്ലേലൂയ. അവന്റെ ചിറകിന്റെ മറവിൽ നിന്നെ വഹിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ. അവൻ നിനക്ക് പരിചയമായി, അവൻ നിനക്ക് ഫലകയായി, അവൻ നിന്നോട് ചൂടെ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ആമേൻ മുൻപിൽ നടന്ന ആമേൻ ദൂതൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. സംഹാരകനായവൻ ആമേൻ ഹല്ലേലൂയ. തകർത്തു കളയുവാൻ പിറകിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ദൂതനെ ആമേൻ
ഹല്ലേലൂയ. അതിന്റെ 10-ാം വാക്യം ഓടിച്ചു വായിച്ചു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഇവിടെ കണ്ടു പറയുന്നത് ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ എടുക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ആമേൻ ഈ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ 4 കൂട്ടം കാര്യങ്ങൾ ആമേൻ നമ്മുടെ ജീവിതത്തെ തകർത്തു കളയുന്നതാണ്. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ നന്മയെ ഇല്ലാതാക്കി കളയുന്നതാണ്. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തെ ഇല്ലാതാക്കി കളയുന്നതാണ്. ആമേൻ നമ്മുടെ തലമുറകളുടെ നന്മകളെ ഇല്ലാതാക്കി കളയുന്നതാണ്. ആമേൻ നമ്മുടെ ആത്മീയ ബന്ധങ്ങളെ ഇല്ലാതാക്കി കളയുന്നതാണ്. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിൽ ഐക്യത ഇല്ലാതാക്കി കളയുന്നതാണ്. ആമേൻ സ്നേഹത്തെ ഇല്ലാതാക്കി കളയുന്നതാണ്. ആമേൻ ഇതിനെ ജയിക്കണമെങ്കിൽ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അവന്റെ കൃപയിലേക്ക് നിങ്ങൾ കയറിയാട്ടെ. ആമേൻ അവന്റെ കൃപയിലേക്ക് നിങ്ങൾ കയറിയാട്ടെ. അവന്റെ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ കയറിയാട്ടെ. ആ സാന്നിധ്യത്തിലേക്ക് കയറിയവനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. യേശുവിന്റെ നാമത്തിൽ അടുക്കാതിരിക്കണമെങ്കിൽ നമുക്ക് അവന് എന്ത് വേണം? ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി വേണം. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വേണം. അവൻ അത് ഇല്ല എങ്കിൽ അവൻ ഹല്ലേലൂയ അവൻ ഇവിടെ പറഞ്ഞത് അവൻ ഈ സംഹാരകൻ അവൻ നമ്മുടെ കുടുംബത്തിൽ കയറും. അവൻ നിശ്ചയമാണ്. ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞോണം. അവൻ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചോണം. ആമേൻ. ഹല്ലേലൂയ. അടുത്തത് അതിന്റെ 13-ാം വാക്യം. അതിന്റെ 13-ാം വാക്യം. സിംഹത്തിന്മേൽ നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മരിച്ചു കളയും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ നടന്നു പോകുമ്പോൾ ആമേൻ രാത്രിയുടെ യാമങ്ങളിൽ ഇരുട്ടിന്റെ യാമങ്ങളിൽ നടന്നു പോകുമ്പോൾ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ ചിലത് നിന്നെ തകർക്കുവാൻ പതിഞ്ഞു കിടക്കുന്ന ആമേൻ ഹല്ലേലൂയ പതിഞ്ഞു കിടക്കുന്ന ആമേൻ ഹല്ലേലൂയ നീ കാണാതെ ആമേൻ ഹല്ലേലൂയ നിന്റെ കണ്ണിനെ മറച്ചുകൊണ്ട് ആമേൻ അതിൽ ചവിട്ടി ആമേൻ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ അനർത്ഥം വരേണ്ടതിന് ആമേൻ പതിഞ്ഞു കിടക്കുന്നതിന് മേൽ ആമേൻ നീ അഭിഷേകത്തിന്റെ ശക്തിയോടെ അവൻ അതിനെ ചവിട്ടി നീ അപ്പുറത്ത് കടക്കും. അവൻ അത് നിന്നെ തകർക്കത്തില്ല. അത് നിന്നെ അവൻ ജയിക്കത്തില്ല. അത് നിന്നെ ഇല്ലാതാക്കത്തില്ല. ഇന്ന് രാത്രികാലം അഭിഷേകമുള്ളവരെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അവൻ നീ ബാലസിംഹത്തെയോ പെരുമ്പാമ്പിനെയോ നീ മെതിച്ചു കളയുമെന്ന്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവൻ ഞാൻ അതിനെ മെതിച്ചു കളയും, ഞാൻ അതിനെ തകർത്തു കളയും. കാരണം എന്റെ മേൽ ധ്യാനിക്കുന്നത് അസാധാരണമായ ദൈവത്തിന്റെ ആത്മാവാണ്. അവൻ കാൽവരിയിൽ ഈ അന്ധകാരത്തിന്റെ തലയെ അവൻ തകർത്തവനായ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ശക്തിയാണ് എന്റെ മേൽ ധ്യാനിക്കുന്നത്. അടുത്തത് 14-ാം വാക്യം. അടുത്തത് വായിക്കുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. യേശുവിന്റെ നാമത്തിൽ ഈ 5 കൂട്ടം ആമേൻ അനർത്ഥത്തിൽ നിന്നോ ആമേൻ ഈ 5 കൂട്ടം പൈശാചിക ശക്തിയുടെ പോരിൽ നിന്നോ ആമേൻ തമ്പുരാൻ പറയുന്നു, ആമേൻ എന്നെ അറിയുന്നവനെ ആമേൻ എന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവനെ എനിക്ക് വേണ്ടി നിൽക്കുന്നവനെ എന്റെ അഭിഷേകത്തെ ഹല്ലേലൂയ ആമേൻ പ്രാപിച്ചവനെ ആമേൻ എന്റെ പാദപീഠത്തിൽ വിശ്വസ്തയോടെ ഇരിക്കുന്നവനെ ആമേൻ തമ്പുരാൻ പറയുകയാണ്. വാക്യത്തിൽ പറയുന്നു, അവനോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും, ഞാൻ അവനെ വിടുവിക്കും. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ ഒന്ന് പറ്റി ചേർന്നിരിക്കുവാൻ, അവന്റെ മാർവോടൊന്ന് ചേർന്നിരിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ അവൻ യോഗങ്ങൾ മാർവോട് ചേർന്നിരുന്നത് പോലെ ആ മാർവോട് ചേർന്നിരുന്നവരെ അന്ധകാര ശക്തി കൈയും കാലും കൂട്ടിക്കെട്ടി പസ്മോസിന്റെ ദ്വീപ് അവൻ എറിഞ്ഞു കളഞ്ഞപ്പോഴോ അവൻ ദൈവത്തിന്റെ സാന്നിധ്യം അവനോട് കൂടെ ഉണ്ടായതുകൊണ്ട് അവൻ അവിടെ നിന്ന് പുറത്തു വന്നതുപോലെ ഇന്ന് രാത്രികാലം യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കട്ടെ. ആമേൻ. അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതിന്റെ 16-ാം വാക്യം വായിച്ചു നിർത്തിയാണ്.
ദീർഘായുസ് കൊണ്ട് ഞാൻ ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഇനിയും ഹാലിന് മുൻപോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞ്, ഇനിയും നിനക്ക് ജീവിതത്തിൽ ആയുസില്ല എന്ന് പറഞ്ഞ്, ആമേൻ. ഹല്ലേലൂയ. ഇവിടം കൊണ്ട് നിന്റെ ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞ്, ആമേൻ. നിന്റെ തലമുറയുടെ നന്മ നീ കാണത്തില്ല എന്ന് പറഞ്ഞ്, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നീ അധ്വാനിക്കുന്ന ഹല്ലേലൂയ നന്മയിൽ നിന്ന് നീ അനുഭവിക്കത്തില്ല എന്ന് പറഞ്ഞ്, ആമേൻ. ഹല്ലേലൂയ. നീ നിന്റെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കത്തില്ല എന്ന് പറഞ്ഞ്, ആമേൻ. വെല്ലുവിളിച്ചു നിൽക്കുന്ന അന്ധകാര ശക്തിയോട് ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ആമേൻ. ഹല്ലേലൂയ. നിന്റെ ആയുസ്സിനെ ദീർഘമാക്കി, ആമേൻ. നിന്റെ ആയുസ്സിനെ, ആമേൻ. ഹിസ്കിയ രാജാവിന് 15 സംവത്സരം കൂടെ വീട്ടി കൊടുത്തതുപോലെ, ആമേൻ. നിന്റെ ആയുസ്സിനെ ദീർഘമാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രിക്കാലം നമ്മൾ ആരാധിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ നല്ലവരെ ഭേദിച്ച്, ആമേൻ, പുറത്തു വരുന്ന, ആമേൻ, നല്ലൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. 4 ദിവസമായി മാറ്റം വെച്ചവനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് രാത്രികാലം ആമേൻ, ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മൾ ആരും നിസ്സാരക്കാരല്ല. ആമേൻ. നമ്മൾ അസാധാരണമായ അഭിഷേകത്തിന്റെ ശക്തിയുണ്ട് ഇന്ന് രാത്രികാലം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ ഒന്ന് പ്രയോജനപ്പെടുത്തുവാൻ, ആമേൻ. ഹല്ലേലൂയ അതൊന്ന് പ്രയോജനപ്പെടുത്തുവാൻ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ. തമ്പുരാൻ പറയുന്നു, നിന്നെ കൊണ്ട് വൻ കാര്യങ്ങളെ എനിക്ക് ചെയ്തെടുക്കാനുണ്ട്. നിന്നെ കൊണ്ട് എനിക്ക് ഹല്ലേലൂയ മറ്റുള്ളവരെ പുറത്തു കൊണ്ടുവരാനുണ്ട്. ആമേൻ. നിന്നെ കൊണ്ട് മറ്റുള്ളവരെ സൗഖ്യമാക്കുവാനുണ്ട്. നിന്നെ കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാനുണ്ട്. ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ആമേൻ. നീ പറയരുത്, ആമേൻ, നീ ഹല്ലേലൂയ ഭാരമാണ്, എനിക്ക് കഴിവില്ല. തമ്പുരാൻ പറയുന്നു, ഇല്ല ഇല്ല, നീ അങ്ങനെ പറയരുത്. നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ഇന്ന് രാത്രികാലം അക്കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ആമേൻ, അന്ധകാര ശക്തിയെ ജയിക്കുവാൻ, ആമേൻ. ഹല്ലേലൂയ. ഉച്ചയ്ക്കും നശിപ്പിക്കുന്ന ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ ജയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഈ നാളുകളിൽ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ. അതിനായി നമ്മെ ഒരുക്കുവേണ്ടതിന് നമുക്ക് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജോണച്ചാൻ മുൻപോട്ട് കടന്നു വന്നപ്പോൾ ആമേൻ പ്രാർത്ഥിക്കും. അപ്പച്ചൻ ആശീർവാദമാണ്. പ്രാർത്ഥിക്കാം. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്നേഹത്തോടെ നാളെ വീണ്ടും കർത്താവേ ഞങ്ങൾ